ഹായ്, എൻ്റെ പേര് ദീപു. ഞാൻ ഹൈദരാബാദ് ബ്ലാക്ക് സോക്സിന് വേണ്ടി ലിബറോയി കളിക്കുന്നു. ഫസ്റ്റ് വോളിബോൾ ഗെയിം അത് ഞാൻ സ്കൂൾ ടീമിന് വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ കളിച്ചതാണ്. ചെറിയതായിട്ട് ആ ഒരു പ്രായത്തിൽ 7ാം ക്ലാസ് ആ സമയത്ത്. അപ്പോഴാണ് കോച്ച് കളിച്ച് ആ സമയത്ത് കണ്ടപ്പോൾ ജില്ലാ ടീമിന് വേണ്ടി സെലക്ഷൻ വന്നു. അതിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് പോയപ്പോൾ തന്നെ സെലക്ഷൻ കിട്ടി. അന്ന് ഹൈറ്റ് തീരെ കുറവായിരുന്നാലും 12 പേരിൽ 12ാമനായിട്ട് സെലക്ഷൻ കിട്ടി. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. ജില്ലാ ടീമിന് വേണ്ടി കളിച്ചു. നാട്ടിൽ നിന്നും വോളിബോൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അതിനുശേഷം ഹോസ്റ്റൽ ലൈഫിലേക്ക് പോയി. ഒരു 7ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിലാണ് തുടങ്ങിയത്. അവിടെ പ്രാക്ടീസും എല്ലാം കുറച്ച് സീരിയസ് ആയി എടുത്തു. അപ്പോൾ ഒരു 8ാം ക്ലാസ് 9 സമയത്ത് അണ്ടർ 16 കേരള ടീമിൽ ആദ്യമായിട്ട് കിട്ടി. 2ാം സീസണാണ് ഹൈദരാബാദിലേക്ക് കോൾ വരുന്നത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല, എന്നാലും കോൾ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ കളിക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതിപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി. ആദ്യം എന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അവരും ഹാപ്പി. ടി വിയിൽ വരുന്നു, പിന്നെ നമ്മൾ കളിച്ച പുതിയ വലിയ പ്ലാറ്റ്ഫോമിൽ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിനോട് കളിക്കാൻ പറ്റുന്നു. ലൈഫിലൊരു വലിയ ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അത്. പ്രൈം വോളി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വോളിബോൾ ലീഗാണ്. അത് എല്ലാ കളിക്കാർക്കും, ജൂനിയർ ആയാലും സീനിയർ എല്ലാവർക്കും വളരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. സോഷ്യൽ മീഡിയ എല്ലാ രീതിയിലായാലും എല്ലാവരും അറിയപ്പെടുന്നു. ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് പോകുന്നു. പ്രൊഫഷണലായിട്ട് ലീഗിനെ എടുക്കുന്നു. ഫോറിൻ കോച്ചസ് വരുന്നു. ഫോറിൻ പ്ലേയേഴ്സിനൂടെ കളിക്കാൻ പറ്റുന്നു. എല്ലാം വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് 3ാമത്തെ സീസണാണ്. ഞാൻ കളി തുടങ്ങിയിട്ട് തന്നെ ഒരു 10, 18, 20 വർഷമായിട്ടുണ്ടാവും. ചെറുപ്പത്തിലേ തുടങ്ങി. സീരിയസ് ആയിട്ട് ഒരു 15 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിൽ ഇപ്പോഴാണ് ഇതുപോലൊരു വലിയ ലീഗ് വരുന്നത്. ആ ലീഗ് ഇപ്പോൾ 3ാം സീസണാണ്. അത് പുതിയ പ്ലേയേഴ്സിനൊക്കെ ഒരുപാട് വോളിബോളിലേക്ക് എല്ലാവരും വരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. ഫസ്റ്റ് ഇയർ ഞാൻ ഹൈദരാബാദിന് വേണ്ടി കളിച്ചു. അപ്പോൾ അടുത്ത വർഷം വീണ്ടും ഓപ്ഷനിൽ പോവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഹൈദരാബാദ് തന്നെ റിട്ടേൺ ചെയ്തു. അത് ഒരുപാട് ഹാപ്പി. കാരണം അവർക്ക് അതിനുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം അവർ തന്നെ റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചത്. അത് ഒരുപാട് ഹാപ്പി ആയിരുന്നു ഞാൻ. കാരണം നല്ലൊരു മാനേജ്മെൻറ്റ്, നല്ലൊരു ടീമാണ് ഹൈദരാബാദ്. ഞാൻ വർക്ക് ചെയ്യുന്നത് എയർഫോഴ്സിലാണ്. അപ്പോൾ നമ്മുടെ തന്നെ മാച്ച് ഉണ്ട് എയർഫോഴ്സിന്, ആർമി, നേവി, എയർഫോഴ്സ്. അത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു വലിയ ടൂർണമെൻ്റ് ആണ്. നമ്മളിതിൽ 3 ഫോഴ്സുകൾ തമ്മിലുള്ള. അപ്പോൾ ഞാനിപ്പോൾ 6 വർഷമായിട്ട് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മെഡൽ ഇതുവരെ ഒരു 25 വർഷമായിട്ട് മെഡൽ വന്നിട്ടില്ല. 1ാം സ്ഥാനം നമുക്ക് എയർഫോഴ്സിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു ക്രൂഷ്യൽ മാച്ചാണ് നമ്മുടെ. അപ്പോൾ കഴിഞ്ഞ വർഷം 2023 അത് നമ്മൾ 27 വർഷത്തിന് ശേഷം ഗോൾഡ് മെഡൽ അടിക്കുകയാണ് എയർഫോഴ്സ് ടീം. അത് വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. വീട്ടിൽ എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പത്തിൽ എന്നെ വോളിബോൾ ഞാൻ ഹോസ്റ്റലിൽ പോകാനും എല്ലാത്തിനും അവർ സപ്പോർട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പ്രൈമിലെ അവർ കാണാത്ത മാച്ചില്ല. ഹൈദരാബാദിൻ്റെ മാച്ചായാലും ഏത് മാച്ചായാലും 3 അച്ഛൻ, അമ്മ, ചേട്ടൻ എല്ലാവരും എല്ലാ മാച്ചസും കാണും. അതുപോലെ വോളിബോളിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ഫാൻ ഫോളോവേഴ്സ് ഉള്ളതും ഹൈദരാബാദ് ടീമിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ കളിച്ചപ്പം അത്രയൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നുന്നില്ല ഞാൻ അടുത്ത കാലത്തൊന്നും കളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അത് അവിടെ 3 മാച്ച് നമ്മൾ 3ഉം വിൻ ചെയ്തു കഴിഞ്ഞ വർഷം. അത് ഫാൻസിൻ്റെ പ്രസൻസിൽ അത് ഒരുപാട് ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. ഈ വർഷം അതുപോലെ തന്നെ നമുക്ക് പക്ഷേ അത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എല്ലാ മാച്ചിലും ഫാൻസിൻ്റെ ആ ഒരു സപ്പോർട്ട് പോസിറ്റീവായിരുന്നു. കളി തോറ്റാലും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസ് ആയാലും എല്ലാവരും നമ്മൾ സപ്പോർട്ടില്ല, അല്ലാതെ വേറെ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ടില്ല. അവരെപ്പോഴും കൂടെയുണ്ട്. അത് ഒരുപാട് സന്തോഷം. ഇനി വരുന്ന വർഷത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും വിശ്വസിക്കുന്നു.